ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മാദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവനാമങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സർവനാമങ്ങളിൽ പുല്ലിംഗ ശബ്ദത്തിനോട് പുല്ലിംഗ ശബ്ദം വെച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനോട് ചോദ്യം ചോദിക്കുന്നത്, ഒരു പുല്ലിംഗ പദം വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് നമ്മൾ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ തന്നെ പുല്ലിംഗ ശബ്ദങ്ങളിൽ ചോദ്യം ചോദിക്കുന്നതിന്റെ കുറച്ച് ഉദാഹരണങ്ങളും അതിനെ തുടർന്ന് സ്ത്രീലിംഗ സർവനാമ ശബ്ദങ്ങളും അതിനോട് ചോദ്യം ചോദിക്കുന്നതും നപുംസക സർവനാമ ശബ്ദങ്ങൾ അതിനോട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നു, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും സർവനാമം കണ്ടിന്യൂ ചെയ്യുവാണ്. സർവനാമഃ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ സർവനാമ രൂപങ്ങളിൽ ഏഷഃ സഹ അതിൻ്റെ വ്യത്യാസം പഠിച്ചിരുന്നു. അതിൽ കുറച്ച് ചോദ്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കിം ശബ്ദം, നമ്മൾ കിം ശബ്ദം പഠിച്ചിട്ടുണ്ടായിരുന്നു. മകാരാന്തഃ കിം ശബ്ദഃ, അതിൻ്റെ പുല്ലിംഗ രൂപമാണ് കഹ. അതിൽ ചോദ്യം, ഇപ്പം ഒരു പുല്ലിംഗ ശബ്ദത്തിനോട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കിം ശബ്ദത്തിന്റെ പുല്ലിംഗ സർവനാമ രൂപമാണ് കഹ. അത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ള പഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു 4 എണ്ണം കൂടെ അത് തന്നെ ആണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടുത്തെ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഇതിൽ കാണാം, വ്യക്തമായിട്ട് കാണാം, ഒരു കോമാളി അഥവാ ഒരു ജോക്കറിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ജോക്കർ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇയാൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഇവൻ ആര് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഏഷഃ കഹ, ഏഷഃ വിദൂഷകഃ, ഏഷഃ വിദൂഷകഃ. അപ്പം ഈ ജോക്കറിൻ്റെ സംസ്കൃത പദമാണ് വിദൂഷകഃ. അതുപോലെ തന്നെ അടുത്ത ചിത്രത്തിൽ ഒരു ഗാർഡനർ ദൂരെ നിൽക്കുകയാണ്, ഒരു ഉദ്യാനപാലകൻ. അപ്പം അദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? സഹ കഹ, സഹ ഉദ്യാനപാലകഃ, സഹ ഉദ്യാനപാലകഃ, ഇങ്ങനെ ചോദിക്കണം. അടുത്തതായിട്ട് ഒരു ജഡ്ജ് അഥവാ ഒരു ന്യായാധിപന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അടുത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇദ്ദേഹം ആരാണ് എന്നുള്ളത്. ഏഷഃ കഹ, ഏഷഃ ന്യായാധീശഃ, ഏഷഃ ന്യായാധീശഃ. അതാണ് അതിൻ്റെ സംസ്കൃത പദം, ന്യായാധിപൻ അഥവാ ജഡ്ജ്. അടുത്തതായിട്ട് ഒരു പൂജാരിയാണ്. പൂജാരി ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചിട്ട് ആര് എന്ന് ചോദിക്കുകയാണ്. സഹ കഹ, സഹ അർച്ചകഃ, സഹ അർച്ചകഃ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് അതിൻ്റെ ആ പുല്ലിംഗ ശബ്ദത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇവിടെ കാണിച്ചത്. അതായത് ഇവിടെ ഏഷഃ, ഏഷഹേം, സഹേം,
വെച്ചിട്ടുള്ള വ്യത്യാസവും അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ, സിമ്പിളായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയത്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ ഇതിൻ്റെ ഉത്തരം താഴെ ഏഷഃ, ഇപ്പം ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഏഷഃ വിദൂഷകഃ എന്ന് എഴുതുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇടുന്നത് അത് ഫുൾ സ്റ്റോപ്പാണ്. ഇപ്പം ഹിന്ദിയിൽ ഉള്ള അതേപോലെ തന്നെ സംസ്കൃതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇങ്ങനെ ഒരു വണ്ണ് പോലെ ഒരു ലൈൻ ഇടുന്നതാണ് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ആൻസറിൽ ആ ഫുൾ സ്റ്റോപ്പിന് ആ ലൈൻ ഇട്ടിരിക്കണം. അതുപോലെ തന്നെ അടുത്തതിൽ എല്ലാത്തിലും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയിരുന്നു, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ സ്ത്രീലിംഗ രൂപത്തിൽ ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നത്, സ്ത്രീലിംഗ സർവനാമത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഇതിൽ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏഷ സ എന്ന 2 സ്ത്രീലിംഗ സർവനാമങ്ങൾ പഠിച്ചു. അതായത് ഏതത് ശബ്ദം, ഏതത് ദകാരാന്തഃ ഏതത് ശബ്ദം പഠിച്ചു. ഏതത് ശബ്ദം എന്ന മൂലശബ്ദത്തിൽ നിന്നുണ്ടായ സർവനാമരൂപമായ സ്ത്രീലിംഗ സർവനാമരൂപമായ ഏഷ എന്ന സർവനാമം നമ്മൾ പഠിച്ചു. അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ അതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിം ശബ്ദത്തിലെ തന്നെ നമ്മൾ നേരത്തെ പുല്ലിംഗത്തിൽ കഹ വെച്ച് ചോദിച്ചതുപോലെ ഇവിടെ കിം ശബ്ദത്തിന്റെ സ്ത്രീലിംഗ സർവനാമ രൂപം ഏതാണ് ചോദ്യം ചോദിക്കുന്ന രൂപം, അത് നമ്മൾ ഉപയോഗിക്കണം, ആ ശബ്ദം ഉപയോഗിക്കണം. അപ്പോൾ അവിടെ കഹ, പുല്ലിംഗത്തിൽ കഹ ഉപയോഗിക്കുമ്പോൾ ഇവിടെ കായാണ് ഉപയോഗിക്കേണ്ടത്. ഏഷ കായാണ് കിം ശബ്ദത്തിന്റെ മകാരാന്തഃ കിം ശബ്ദം, അത് നമ്മൾ പഠിച്ചു. അതിൻ്റെ ആ മൂലശബ്ദത്തിൽ നിന്നുണ്ടായ സർവനാമ രൂപങ്ങളാണ് കഹ, കാ, കിം. കഹ പുല്ലിംഗത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ, കാ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്, കിം ആണെങ്കിൽ നമ്മൾ നപുംസകലിംഗത്തിനോട്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ കാ എന്ന ശബ്ദം ഉപയോഗിക്കണം. അപ്പോൾ ഏഷ കാ, ആദ്യത്തെ ചിത്രത്തിൽ ഒരു വേലക്കാരിയാണ് കാണിച്ചിരിക്കുന്നത്, അടുത്താണ്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഏഷ കാ, ഏഷ ഭൃത്യ, ഏഷ ഭൃത്യ. ഭൃത്യ എന്നുള്ളതാണ് അതിൻ്റെ ഈ സർവൻ്റ് അല്ലെങ്കിൽ എന്താണ് വേലക്കാരി എന്നുള്ളതിൻ്റെ സംസ്കൃത പദം. അടുത്തതായിട്ട് ഒരു ടീച്ചറാണ്, ഒരു അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ദൂരെയായിട്ടാണ്. അപ്പം നമ്മൾ അവരെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? സാ കാ, സാ ശിക്ഷിക, സാ ശിക്ഷിക, അതാണ് ഉത്തരം. ഇവിടെയും നമുക്ക് ആ ഉത്തരം എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഭൃത്യ, ശിക്ഷിക ഇതെല്ലാം നമ്മൾ പഠിച്ച അന്ന് സ്ത്രീലിംഗ ശബ്ദങ്ങൾ പഠിച്ചതിൽ ആകാരാന്തഃ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പം പൊതുവെ സംസ്കൃതത്തിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീലിംഗ ശബ്ദങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു മാർഗമാണ്. അതായത് സ്ത്രീലിംഗ ശബ്ദങ്ങൾ മിക്കവാറും എല്ലാം ഈ ഒരു ആകാരാന്ത ശബ്ദത്തിലായിരിക്കും വരുന്നത്, ആകാരാന്തത്തിൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. അത് അല്ലാത്തവയും ഉണ്ട്, പക്ഷെ കൂടുതലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ, ഒരു ഫീമെയിൽ ഡോക്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ടാണ് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാം? ഏഷാ കാ, ഏഷാ വൈദ്യ, ഏഷാ വൈദ്യ. അപ്പോൾ വൈദ്യ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചില പദങ്ങൾ പഠിച്ചതിൽ ചികിത്സിക എന്നൊരു വേർഡും ഉണ്ട്. ഫീമെയിൽ ഡോക്ടറിന് നമുക്ക് ചികിത്സിക എന്നും പറയാം. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈദ്യ എന്നാണ്, ഏഷാ വൈദ്യ. അടുത്തതായിട്ട് ഒരു എഴുത്തുകാരിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്, ദൂരെയായിട്ടാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ സാ കാ, സാ
ലേഖിക, സാ ലേഖിക. ഇനി അടുത്തത് അതിൻ്റെ തന്നെ കുറച്ച് ഉദാഹരണങ്ങൾ അടുത്ത നോക്കാം. ഒരു ഈച്ച അഥവാ ഒരു ഹൗസ് ഫ്ലൈയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അടുത്താണ്. അപ്പോൾ ഏഷാക, ഏഷാ മക്ഷിക, ഏഷാ മക്ഷിക. അതാണ് അതിൻ്റെ സംസ്കൃത പദം. അടുത്തതായിട്ട് ഒരു ഉറുമ്പിൻ്റെ ചിത്രമാണ്. അപ്പോൾ ദൂരെ ആയിട്ടായതുകൊണ്ട് നമ്മൾ സാ ഉപയോഗിക്കണം. സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് സാ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള പദം എന്ന് പറയുന്നത് കാ ആയിരിക്കും. അപ്പം സാ കാ, സാ പിപ്പീലിക, സാ പിപ്പീലിക. അതാണ് ഉറുമ്പിൻ്റെ വേർഡ്, സംസ്കൃതത്തിലുള്ള വേർഡ്. അടുത്തത് ഒരു പ്ലേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലേറ്റ് അടുത്തായിട്ടായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് ഏഷാ കാ, ഏഷാ സ്ഥാലിക, ഏഷാ സ്ഥാലിക. സ്ഥാലിക എന്നാണ് അതിൻ്റെ വേർഡ്. അടുത്തതായിട്ട് ഒരു ബൈസൈക്കിൾ അഥവാ ഒരു സൈക്കിൾ കാണിച്ചിരിക്കുന്നു. അതിനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്. ദൂരെ ആയിട്ടായതുകൊണ്ട് നമ്മൾ അത് ചോദിക്കുമ്പോൾ സാ കാ, സാ ദ്വിചക്രിക, സാ ദ്വിചക്രിക. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പൊ ഇതെല്ലാം ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ ശബ്ദങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ഇത് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പൊ ഇങ്ങനെയും സംസ്കൃതത്തിൽ വരാം. കൂടുതലും നമുക്ക് കാണുന്നത് ആകാരാന്ത ശബ്ദങ്ങളാണെങ്കിലും ഈകാരാന്ത ശബ്ദങ്ങളും ഉണ്ട്. ഈകാരാന്ത അതുപോലെ വേറെ അന്തങ്ങൾ വരുന്ന ശബ്ദങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നോക്കാം. ഒരു വീട്ടമ്മയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അവരെ കാണിച്ചിട്ട് അടുത്തായതുകൊണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഏഷാ കാ, ഏഷാ ഗൃഹിണി, ഏഷാ ഗൃഹിണി. വീട്ടമ്മയുടെ സംസ്കൃത പദമാണ് ഗൃഹിണി. അടുത്തതായിട്ടൊരു സന്യാസിനിയാണ്. സന്യാസിനിയെ കാണിച്ചിട്ട് ചോദിക്കും. ദൂരെ ആയതുകൊണ്ട് സാ കാ, സാ കാ, സാ സന്യാസിനി, സാ സന്യാസിനി. അടുത്തതായിട്ട് ഒരു പെൺകുട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പദം എന്ന് പറയുന്നത് പുത്രിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ബാലിക എന്നും പറയാം. അപ്പൊ ഇവിടെ പുത്രി, പുത്രി എന്ന് പറയുമ്പോൾ അത് ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ ഇവിടെ ആ കുട്ടിയെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്. അടുത്തായതുകൊണ്ട് ഏഷാ കാ, ഏഷാ പുത്രി, ഏഷാ പുത്രി. അടുത്തത് ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ചിത്രമാണ്. അപ്പൊ അമ്മയെ കാണിച്ചിട്ട് ചോദിക്കുന്നു സാ കാ, സാ ജനനി, സാ ജനനി. അപ്പൊ ഇതെല്ലാം ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അതിൻ്റെ അടുത്ത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ നപുംസകലിംഗത്തിന്റെ ശബ്ദങ്ങൾ ആ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സർവനാമ രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഏതതും തതുമാണ്. ഏതതെന്ന് പറയുമ്പോൾ അടുത്തുള്ളതും ദൂരെ ഉള്ളതിനെ സൂചിപ്പിക്കുന്നത് തത്. ഏതതെന്ന് പറഞ്ഞാൽ ഇത്, തത് എന്ന് പറഞ്ഞാൽ അത്. അപ്പൊ അതിനോട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കിം ശബ്ദം, കിം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ അതിൻ്റെ അതേ രൂപം തന്നെയാണ് നപുംസകലിംഗത്തിലും വരുന്നത്. നപുംസകലിംഗത്തിൽ ചോദ്യം ചോദിക്കുന്ന പദവും അതിൻ്റെ മൂലശബ്ദവും ഒരേ രൂപമാണ്. മകാരാന്ത കിം ശബ്ദത്തിന്റെ ആ കിം ശബ്ദം തന്നെയാണ് നപുംസകലിംഗത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കിം എന്ന് നപുംസകമായതുകൊണ്ട് കിം എന്ന് വേണം ചോദിക്കാൻ. എന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇപ്പൊ നേരത്തെ ഉള്ളതിൽ കഹ ക എന്നൊക്കെ ഉള്ളത് ആര് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നപുംസകലിംഗത്തിൽ ചോദിക്കുന്നത് എന്ത് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ഒരു വീടാണ് കാണിച്ചിരിക്കുന്നത്. അത് കാണിച്ചിട്ട് അടുത്തായതുകൊണ്ട്
ഇത് എന്ത് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, അടുത്തായതുകൊണ്ട്. അപ്പോൾ അതിന് ചോദിക്കുന്നത് ഏതത് കിം, ഏതത് ഭവനം, ഏതത് ഭവനം. ഇനി അടുത്തതായിട്ട് ഒരു ഇതാണ്, ഒരു അമ്പലമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പലം ദൂരെ ആയതുകൊണ്ട് ചോദിക്കുകയാണ് അതെന്താണ് എന്നാ ചോദിക്കും. അതെന്ത് എന്ന് ചോദിക്കുന്നത് തത് കിം, തത് കിം, തത് മന്ദിരം, തത് മന്ദിരം. അടുത്തത് ഒരു ജനാല, ജനാല അടുത്താണ്. അപ്പോൾ ചോദിക്കുന്നത് ഏതത് കിം, ഏതത് വാതായനം, ഏതത് വാതായനം. അടുത്തത് സ്റ്റെപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, സ്റ്റെയർ. അതിൻ്റെ ചോദിച്ചിട്ട് ദൂരെ ആയതുകൊണ്ട് ചോദിക്കുന്നത് തത് കിം, തത് സോപാനം, തത് സോപാനം. അടുത്തതായിട്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കുടയാണ്, കുടയുടെ ചിത്രമാണ് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും ഏതത് കിം, ഏതത് ഛത്രം, ഏതത് ഛത്രം. ദൂരെയായിട്ട് അടുത്ത ചിത്രത്തിൽ നക്ഷത്രങ്ങൾ കാണിച്ചിരിക്കുകയാണ്. തത് കിം, തത് നക്ഷത്രം, തത് നക്ഷത്രം. അടുത്തത് ഒരു താമരപ്പൂവാണ്, അടുത്തായതുകൊണ്ട് ഏതത് കിം, ഇത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഏതത് കിം, ഏതത് കമലം. ഇനി അടുത്ത ഒരു ചെമ്പകപ്പൂവിൻ്റെ ചിത്രമാണ്. അപ്പോൾ ദൂരെയായിട്ടായതുകൊണ്ട് അത് എന്ത് എന്ന് ചോദിക്കും നമ്മൾ. അപ്പോൾ തത് കിം, തത് ചമ്പകം, തത് ചമ്പകം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നപുംസകലിംഗത്തിനോട് ചോദ്യം ചോദിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അടുത്തതിൽ കുറച്ച് എക്സാമ്പിളും കൂടെ ഉണ്ട് ഇതിനകത്ത്. ബാക്കി ഇനി ഒരു 4 എക്സാമ്പിളും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. ഏതത് കിം, ആദ്യത്തെ ചിത്രത്തിൽ ഒരു ആമ്രം, മാംഗോ ആണ് കാണിച്ചിരിക്കുന്നത്, മാങ്ങ. അപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു ഏതത് കിം, ഏതത് ആമ്രം, ഏതത് ആമ്രം. അടുത്തത് മാതളമാണ്, മാതളങ്ങ. അപ്പോൾ ദൂരെ ആയതുകൊണ്ട് തത് കിം, തത് ദാഡിമം, തത് ദാഡിമം. ദാഡിമം എന്നാണ് മാതളങ്ങയുടെ സംസ്കൃത പദം. അടുത്തൊരു ഷർട്ടാണ് കാണിച്ചിരിക്കുന്നത്, അത് അടുത്തായതുകൊണ്ട് ഏതത് കിം, ഇതെന്ത്. ഏതത് കിം, ഏതത് യുതകം, ഏതത് യുതകം. യുതകം എന്നാണ് ഷർട്ടിൻ്റെ സംസ്കൃത പദം. അടുത്തത് പാൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. തത് കിം, തത് ഊരൂകം, തത് ഊരൂകം. അപ്പൊ ഇത്രയും നപുംസകലിംഗത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ പൂർത്തിയാവുന്നു. ഹരി ഓം. അപ്പൊ ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ സർവനാമങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, സർവനാമ രൂപങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നത് ഈ സർവനാമ രൂപങ്ങളുടെ വചനങ്ങൾ, അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഈ 3 രൂപങ്ങളും സർവനാമങ്ങൾക്കും വരും. അപ്പൊ അത് എങ്ങനെയാണ്, ഈ സർവനാമങ്ങളുടെ ആ വചന രൂപങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്തവർ, പുതുതായി സന്ദർശിക്കുന്നവർ, എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.